ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ ഫിഷ് ബിരിയാണിയൊക്കെ തയ്യാറാക്കാറുണ്ട്. അത് ഏതൊക്കെ മീൻ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത്? ഐക്കോറ, നെയ്മീൻ, കേദറ, ചെമ്മീൻ, ഇങ്ങനെ പലതരം മീനുകൾ കൊണ്ട് നമ്മൾ മീൻ ബിരിയാണി തയ്യാറാക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നെത്തോലി മീൻ കൊണ്ട് ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മുടെ നാട്ടിലൊക്കെ വത്തൽ എന്നും പറയാറുണ്ട് നെത്തോലി മീനിന്. ഈ വത്തൽ മീൻ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വത്തൽ മീൻ കൊണ്ട് ബിരിയാണി തയ്യാറാക്കുന്നത് എന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1.5 കിലോ ബസ്മതി റൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1.5 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കിലോ നെത്തോലി മീൻ ക്ലീൻ ആക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധത്തിൽ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കാം. ഇനി അതിലേക്കൊരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 പട്ട എന്നിവ ചേർത്ത് കൊടുത്ത് മൂടി വെക്കാം. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിവിടെ മുഴുവൻ മീനും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി 5 സവാള കനം കുറച്ചരിഞ്ഞത്, 5 പച്ചമുളക്, 10 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 10 ചെറിയുള്ളി, അതുപോലെ തന്നെ 3 തക്കാളി അരിഞ്ഞത്, 1 ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പുതിനയില, തൈര്, ചെറുനാരങ്ങയുടെ നീര് എന്നിവ എടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ റൈസ് വേവിക്കാൻ വെച്ച വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1/4 കപ്പ് ഓയിലും ഒഴിച്ച് കൊടുത്ത് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഇതാ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നിന്നും റൈസിന് മുകളിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് കോരി മാറ്റാം. ബാക്കി സവാളയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് എന്നിവ ചതച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പും മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കിയെടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടും തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ റെഡിയായപ്പോഴേക്കും നമ്മുടെ ചോറ് ഇതാ ഇവിടെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒരു കൊട്ടയിലേക്ക് കോരി മാറ്റാം. ഇനി മസാലയുടെ മുകളിലേക്ക് പകുതി റൈസ് വേവിച്ച് ചേർത്ത് കൊടുത്ത് നമുക്കതിന് മുകളിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും, സവാള വഴറ്റിയതും, മല്ലിയിലയും ഗരം മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുത്ത് അതിന് മുകളിലേക്ക് വീണ്ടും ഇതുപോലെ തന്നെ ക്യാരറ്റും സവാളയും മല്ലിയിലയും ഗരം മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിലേക്ക് കുറച്ച് നെത്തോലി ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് ദമ്മിടാം.
ഞാനിവിടെ ഗ്യാസുമ്മയൊക്കെ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെയാണ് ദമ്മിടാറ്. നല്ല തിളപ്പിച്ച വെള്ളം അതിന് മുകളിൽ കയറ്റി വെക്കാറാണ് പതിവ്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി തുറന്ന് റൈസൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി ബിരിയാണി ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.